Hey guys, അപ്പോൾ വെൽക്കം ബാക്ക്. ഞാനൊരു പുതിയൊരു വീഡിയോ എടുത്തിരിക്കുകയാണ്. റിവ്യൂ അല്ല, ഫുൾ ഒരു അനലൈസിംഗ് ആണ്. അതായത് ഇന്ത്യ ഫാസ്റ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആയ iQOO13. ഒരുപക്ഷെ മൊബൈൽ പ്രേമികൾ ഒന്നടങ്കം വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കും ഈ iQOO13 ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്സെറ്റ്. അതായത് ഒരു ചെറിയ ലാപ്ടോപ്പ് അല്ലെ കമ്പ്യൂട്ടർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ ഒരു സിസ്റ്റം ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അത്രയും നല്ല പെർഫോമൻസ് കൂടിയ ഡിവൈസ് അങ്ങനെ ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ഫുൾ ഒരു അനലൈസ് ഒന്ന് ചെയ്തിട്ട് വന്നാലാ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. iQOO13 എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്ക് നോക്കിയാലോ സ്പെഷ്യൽ ആയിട്ട്. ഒന്നാമത്തെ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ വേൾഡ്സ് ഫസ്റ്റ് Q10 2K ഡിസ്പ്ലേ ആണ് കേട്ടോ. ഈ 2K ഡിസ്പ്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളൊരു PC-യിലൊക്കെ ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രാഫിക്സിന്റെ ഫീലില്ലേ, അതൊക്കെ നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇതിന്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1800 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് കേട്ടോ. അപ്പൊ 1800 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ചോദ്യം വരാം, 1800 ഒക്കെ വരുമ്പോൾ നമ്മുടെ കണ്ണ് പ്രോബ്ലം ആവത്തില്ല? ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. കാരണം സാധാരണ നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് ഡിവൈസിലൊക്കെ വരുമ്പോഴത്തേക്കും സിംഗിൾ പോളറൈസ്ഡ് ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ iQOO13 വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ആൻഡ്രോയിഡ് ഡിവൈസ് ആണ് വിത്ത് സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ്. സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നേച്ചർ, അതായത് പ്രകൃതിയിൽ എങ്ങനെയാണോ ലൈറ്റ് അടിക്കുന്നത് അവിടെ ഇവിടെ തട്ടി അടിക്കുന്നത് അങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ ഈ സ്ക്രീനിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ണിന് ആ ഒരു സ്ട്രെയിൻ ഉണ്ടാകത്തില്ല. ഡിസ്പ്ലേയിൽ കൊണ്ടുവന്ന അടുത്തൊരു കാര്യമാണ് 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ. അതായത് 0.12 സെക്കൻഡ്സ് കൊണ്ട് അത് 1 സെക്കൻഡ് പോലും വേണ്ട നമ്മുടെ ഫോൺ അൺലോക്ക് ആയി കിട്ടാനായിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെൻസർ വെച്ച്. ഇതിന്റെ തിക്നെസ് പറയുമ്പോഴത്തേക്കും വെറും 2.25 മില്ലിമീറ്ററിന്റെ തിക്നെസ്സേ ഉള്ളൂ. അതായത് അൾട്രാ സ്ലിം ആണ് കേട്ടോ ഇതിന്റെ ആ ഒരു ബോഡി വരുമ്പോഴത്തേക്കും. ബാറ്ററി വരുമ്പോഴത്തേക്കും 6000 mAh ബാറ്ററിയാണ് കേട്ടോ വരുന്നത്. അത് മാത്രമല്ല അൾട്രാ സ്ലിം ലാർജ് ബാറ്ററിയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുമ്പോഴത്തേക്കും 120 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. അത് മാത്രമല്ല PD സപ്പോർട്ടാണ്. നമ്മുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഈ ചാർജർ കുത്തിയിടാൻ പറ്റും. അപ്പൊ അതേ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറയുമ്പോഴത്തേനും ആദ്യം പറയാനുള്ള ക്യാമറയുടെ കാര്യത്തിലാണ്. 50+50+50 അതാണ് ഇവിടുത്തെ ക്യാമറയുടെ കാര്യം പറയുന്നത്. അതായത് 50 MB ട്രൂ കളർ ക്യാമറ, 50 MB അൾട്രാ വൈഡ് ക്യാമറ, 50 MB ടെലിഫോട്ടോ ക്യാമറ. അത് മാത്രമല്ല കേട്ടോ, സെൽഫി തന്നെ 4K 60 FPS ആണ് അവർ ഈ ഡിവൈസിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വിവോയുടെ ഇമേജ് അൽഗോരിതം കൂടാണ് ഈ ഡിവൈസിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്യാമറയ്ക്ക്. 4x വരെ ലോസ്ലെസ് സൂം ആണ് കേട്ടോ ഈ ഡിവൈസിൽ. അത് മാത്രമല്ല മൾട്ടി ഫോക്കൽ പോർട്രേറ്റ് മോഡൂടെ ഈ ഡിവൈസിൽ അവർ അവൈലബിൾ ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ് കേട്ടോ ഇതിന്റെ ബൈപ്പാസ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഈ കുത്തി ഇട്ടുകൊണ്ടൊക്കെ ഫോൺ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ നോർമലി ചാർജ് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററിയിലായിരിക്കും. അത് വെച്ചായിരിക്കും നമ്മുടെ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് വരുമ്പോഴത്തേനും അങ്ങനെയല്ല. നമ്മുടെ കുത്തി ഇട്ടപ്പോൾ ഡിവൈസ് വർക്ക് ചെയ്യിപ്പിക്കുക, അത് നേരിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സാധനത്തിന് എന്തുമാത്രം ചാർജ് ആണോ വരേണ്ടത് അത് അതിനനുസരിച്ച് വർക്ക് ചെയ്തോളും. പക്ഷേ ബാറ്ററി ആ സമയം ബാറ്ററിയിലോട്ട് ചാർജ് കയറത്തില്ല. അതാകുമ്പം നമ്മുടെ ഹീറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹീറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന അവരൊരു സിസ്റ്റം ഉണ്ട്, 7K വേപ്പർ കൂളിംഗ് സിസ്റ്റം കേട്ടോ. അതും എനിക്ക് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ആയിരുന്നു മോൺസ്റ്റർ ഹാലോ ഫീച്ചർ. അതായത് ക്യാമറയുടെ സൈഡിൽ വരുമ്പോഴത്തേനും ഒരു 12 കളറിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അകത്ത് കയറിയിട്ട്, ഓരോ നോട്ടിഫിക്കേഷനായാലും കാര്യങ്ങളിലായാലും എല്ലാം. കാരണം അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബേഴ്സിനായാലും ഗെയിമിംഗ് ഒക്കെ സ്ട്രീം ചെയ്യുന്നവർക്കായാലും അവരുടെ ഫോൺ കാണുമ്പോൾ കൂടുതൽ അട്രാക്ഷൻ തോന്നണം. ഈ ലൈറ്റ് RGB ലൈറ്റിന്റെ ആ ഒരു സെറ്റപ്പാണ് അതിനകത്ത് പിടിച്ചേക്കുന്നത്. നമുക്ക് ടോട്ടലി നോക്കുവാണെങ്കിൽ അവരുടെ ഡ്യൂറബിൾ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ട് നമുക്ക് iQOO13 കൂടുതൽ പറയാൻ പറ്റും കേട്ടോ. കാരണം അവർ 4 ഇയർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഫീച്ചർ പറയാൻ മറന്നു കേട്ടോ. സാധാരണ ഈ നമ്മളെ കോളൊക്കെ വിളിക്കുമ്പോഴായാലും ഫോട്ടോ ഒക്കെ വരാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ടും കസ്റ്റമൈസ്ഡ് ആപ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ആപ്പുകളും കാര്യങ്ങളൊന്നും വേണ്ട, ഒരു തേർഡ് പാർട്ടി ആപ്പിന്റെയും. കാരണം ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുണ്ട്. നമുക്ക് വിളിക്കുന്ന അനുസരിച്ച് ഫോട്ടോകൾ മാറ്റി മാറ്റി ഇടാൻ പറ്റും കോളിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. എന്തായാലും ലാസ്റ്റ് ഓവറോൾ കാര്യം നോക്കാം. അപ്പൊ അതെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് ഇതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇതിനകത്തുള്ള ഫീച്ചറും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡിവൈസ് കംപ്ലീറ്റ്ലി ഗെയിമേഴ്സിന് വേണ്ടി ഇറക്കിയിട്ടുള്ളതുണ്ടോ. അതായത് അത്രയ്ക്കും പെർഫോമൻസും സ്ക്രീൻ ഇമ്പോർട്ടൻസും ബാറ്ററി ആയാലും ഹീറ്റ് ഇഷ്യൂ ആയാലും എല്ലാത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരിറക്കിയേക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇതിനകത്ത് ഹീറ്റ് ഇപ്പം നമുക്ക് തോന്നാം ഒരുപാട് പെർഫോമൻസും ബ്രൈറ്റ്നസും ഒക്കെ വരുമ്പോൾ ഓവർ ഹീറ്റ് ആവത്തില്ലല്ലോ. അതിനാണ് അവർ 7K നമ്മുടെ VC വേപ്പർ കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്നേക്കുന്നത്. അതാകുമ്പോഴത്തേനും അത്രയും ഹീറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഈ ഫോൺ അവൈലബിൾ ആയിട്ടിരിക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കളേഴ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ ക്ലാസിക് ലെജൻഡ് എന്ന് പറഞ്ഞ കളറാണ്. ആ കളർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ BMW ഇൻസ്പയർഡ് ആയിട്ട് അവരുമായിട്ടുള്ള കൊളാബറേഷൻ ചെയ്തേക്കുന്ന ഒരു കളറാണ്. രണ്ടാമത്തെ കളറാണ് നാർഡോ ഗ്രേ എന്ന് പറഞ്ഞ കളർ കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേസ് ട്രാക്കിന്റെ ആ ഗ്രേ കളറാണ് അവർ പിടിച്ചേക്കുന്നത്. സ്ട്രീം ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ USB കുത്തി കളിക്കില്ല, കണക്ട് ചെയ്ത് കളിക്കുന്നത്
അപ്പം അതിനായിട്ട് 3.2 വെർഷൻ USB ആണ് കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല 2K വിത്ത് 60 FPS ആണ് ആ ബ്ലൂടൂത്ത് വഴി നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രീമേഴ്സിന് ഒരുപാട് ഗെയിം കളിക്കാൻ പറ്റും, അതായത് ഗെയിം സ്ട്രീം ചെയ്ത് കാണിക്കാൻ പറ്റും. ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് 2 വേരിയന്റിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള 12GB 256ഉം 12GB 512ഉം. അപ്പം 12GB 256ന്റെ പ്രൈസ് വരുന്നത് പറഞ്ഞാൽ 54,999 ആണ്. 12GB 512ന്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേനും 59,999. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് ഈ ഒരു റേഞ്ചിൽ ഒരു മൊബൈൽ ഫോൺ, ഒരു സ്മാർട്ട് ഫോൺ ഇറക്കി കാണിക്കാമെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് പണി കിട്ടിയേക്കുന്നത് ആർക്കാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മനസ്സിലായി കാണും. അതായത് അവരിനി കാണിക്കണം പുതിയ ഫീച്ചർ ഇറക്കി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇറ്റ്സ് മീ മെഗ്മ സൈനിങ് ഓഫ്.